ആലപ്പുഴ പെരുമ്പളം ദ്വീപ് നിവാസികളുടെ കാത്തിരിപ്പിന് വിരാമം. ദ്വീപിനെ പുറം ലോകവുമായി ബന്ധിപ്പിക്കുന്ന പെരുമ്പളം പാലം മുഖ്യമന്ത്രി നാടിന് സമർപ്പിച്ചു. കിഫ്ബി വഴി 100 കോടിയിലധികം രൂപ ചെലവഴിച്ച് 5 വർഷം കൊണ്ടാണ് കായലിന് കുറുകെയുള്ള സംസ്ഥാനത്തെ ഏറ്റവും നീളം കൂടിയ പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. ക്ഷണമുണ്ടായിരുന്നെങ്കിലും മുതിർന്ന CPIM നേതാവും മുൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുമായ ജി സുധാകരൻ ചടങ്ങിനെത്തിയില്ല. ഉദ്ഘാടന ചടങ്ങിന്റെ ലൈവ് സുധാകരൻ FBയിൽ പോസ്റ്റ് ചെയ്തെങ്കിലും പിന്നീട് ലിങ്ക് ഡിലീറ്റ് ചെയ്തു. ആലപ്പുഴയിൽ വിവിധ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യാനെത്തിയെങ്കിലും വിവാദങ്ങൾക്കിടെ മുഖ്യമന്ത്രി സുധാകരനെ കാണാതെ മടങ്ങി. സംസ്ഥാനത്തെ കായലിന് കുറുകെയുള്ള ഏറ്റവും നീളം കൂടിയ പാലം 1157 മീറ്റർ. പെരുമ്പളത്തുകാർക്ക് ഇന്ന് സന്തോഷം നിറഞ്ഞ ദിവസമാണ്. പതിനാല് വാർഡുകളിലായി 12,000-ലധികം ജനസംഖ്യ. ആലപ്പുഴ ജില്ലയിൽ ഉൾപ്പെടുന്നെങ്കിലും എറണാകുളം, കോട്ടയം ജില്ലകളോടും ബന്ധമുള്ള ഭൂപ്രദേശം. അതാണ് പെരുമ്പളം ദ്വീപ്. 6.5 കിലോമീറ്റർ നീളവും 2 കിലോമീറ്റർ വീതിയുമുള്ള വേമ്പനാട് കായൽ തീരത്തെ ഏറ്റവും വലിയ ദ്വീപ്. ഇവിടുത്തെ തലമുറകളുടെ സ്വപ്നമാണ് പെരുമ്പളം പാലത്തിലൂടെ സാക്ഷാത്കരിക്കപ്പെട്ടത്. പാലം മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിച്ചു. പാലത്തിൽ കൂടിയുള്ള ആദ്യ KSRTC സർവീസും മുഖ്യമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്തു. തുടർന്ന് പാലത്തിലൂടെ ഔദ്യോഗിക വാഹനത്തിൽ യാത്രയും. നാട്ടിലൊന്നും നടക്കില്ലെന്ന ശാപാന്തരീക്ഷം അവസാനിച്ചെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കിഫ്ബി വഴിയുള്ള വികസന നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞായിരുന്നു പ്രസംഗം. നേരത്തെ കണക്കാക്കിയതെങ്കിൽ വളരെ നേരത്തെ തന്നെ 3 വർഷമാകുമ്പോൾ തന്നെ ആ 100 പാലങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയും. ഇതൊക്കെ നാടിനോട് പ്രതിബദ്ധതയുള്ള മുന്നണി നാട് ഭരിക്കുന്നു എന്നതുകൊണ്ട് മാത്രം ഉണ്ടായൊരു കാര്യമാണ്. ഒരിക്കലും യാഥാർത്ഥ്യമാകില്ലെന്ന് കരുതിയ പാലം കിഫ്ബി മുഖേന 100 കോടിയിലധികം രൂപ ചെലവഴിച്ചാണ് നിർമ്മിച്ചത്. 11 മീറ്റർ വീതിയുള്ള അരൂക്കുറ്റി പഞ്ചായത്തിലെ വടുതലയിൽ തുടങ്ങുന്ന പാലം 1157 മീറ്റർ നീളം പിന്നിട്ട് പെരുമ്പളത്ത് അവസാനിക്കും. ഒറ്റപ്പെടലിന്റെ തീരാ ദുരിതം പേറിയ ജനതയ്ക്ക് പുതുജീവിതം നൽകുന്നതാണ് പെരുമ്പളം പാലം. ഞങ്ങൾ ഒരിക്കലും പെരുമ്പളക്കാർക്ക് കിട്ടുമെന്ന് ഉറച്ചതല്ല. അത് ഞങ്ങൾ LDF സർക്കാരിന്റെ ഇതിലൂടെ ഞങ്ങൾക്ക് ഇങ്ങനെ നല്ലൊരു പാലം കിട്ടി. ഹാപ്പിയായി, എല്ലാവർക്കും ഹാപ്പിയായി. നല്ല ജീവിതത്തിന്റെ എല്ലാവരുടെയും ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുത്തല്ല. ഒട്ടനവധി യാതകളും കഷ്ടപ്പാടുകളും ഞങ്ങൾക്കുണ്ടായിട്ടുണ്ട്. അതിൻ്റെയെല്ലാം മുൻനിർത്തിക്കൊണ്ടാണ് ഞങ്ങൾ ഈ തരത്തിൽ ഒരു പ്രക്ഷോഭവും മറ്റു കാര്യങ്ങൾ പെരുമ്പളത്ത് വേണമെന്നുള്ള ശക്തമായ അഭിപ്രായം 84 മുതൽ ഉയർത്തുന്നതാണ്. ഇങ്ങനെ ഒരു പാലം യാഥാർത്ഥ്യമാകുമെന്നൊന്നും അന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. ഇന്നിപ്പോ ഇത് യാഥാർത്ഥ്യമായപ്പോ അത് ചെയ്തു തന്ന ആരിഫ് MLA ആയിരുന്ന MP ആയ ആരിഫിന് അഭിനന്ദനത്തിന്റെ പൂച്ചെണ്ട്. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് പാലം ഉദ്ഘാടനത്തിന് ക്ഷണിച്ചെങ്കിലും CPIM നേതൃത്വവുമായി തർക്കത്തിലുള്ള ജി സുധാകരൻ പരിപാടിക്കെത്തിയില്ല. ഉദ്ഘാടനത്തിന്റെ തത്സമയ ലിങ്ക് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തെങ്കിലും പിന്നീട് പിൻവലിച്ചു. സുധാകരന്റെ അനുമതിയില്ലാതെ CPIM ജില്ലാ കമ്മിറ്റി പേജിന്റെ അഡ്മിനാണ് ലിങ്ക് പോസ്റ്റ് ചെയ്തത്. ശാരീരിക അവസ്ഥ മൂലമാണ് സുധാകരൻ ഉദ്ഘാടനത്തിനെത്താത്തതെന്ന് CPIM ജനറൽ സെക്രട്ടറി MA ബേബി പറഞ്ഞു. അദ്ദേഹത്തിനൊരു തെന്നി വീണിട്ട് കാലിന് ഒടിവ് പറ്റിയിട്ടുണ്ട്. അതിൻ്റെ ക്ഷതത്തിൽ നിന്ന് അദ്ദേഹം വിമുക്തനായി ചെല്ലുമ്പം വളരെ ക്ലേശിച്ചിട്ട് നടക്കാൻ കഴിയും. ആരോഗ്യം വീണ്ടെടുത്തിട്ടുണ്ട്, എന്നാൽ പൂർണ്ണ തോതിൽ ആരോഗ്യം വീണ്ടെടുത്തിട്ടില്ല. അത്രയും ദൂരം അദ്ദേഹത്തിന് യാത്ര ചെയ്ത് പോകാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല. പാർട്ടിയുടെ കരുത്തും ശക്തിയുമാണ് ജി സുധാകരൻ. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ സുധാകരനെ അനുനയിപ്പിക്കാൻ മുഖ്യമന്ത്രി നേരിട്ടെത്തിയേക്കുമെന്ന അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും അതുണ്ടായില്ല. ജില്ലയിൽ വിവിധ വികസന പദ്ധതികൾ ഉദ്ഘാടനം നിർവഹിച്ച മുഖ്യമന്ത്രി സുധാകരനെ കാണാതെ മടങ്ങി. പാർട്ടി അനുഭാവിയായി തുടരുമെന്നാണ് അറിയിച്ചിട്ടുള്ളതെങ്കിലും സുധാകരന് നേതൃത്വത്തോടുള്ള പിണക്കം മുതലെടുക്കാനുള്ള നീക്കങ്ങൾ സജീവമാക്കിയിരിക്കുകയാണ് പ്രതിപക്ഷം. ന്യൂസ് മലയാളം, ആലപ്പുഴ.